നമസ്കാരം. സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇൻ്റർനെറ്റ് അധിഷ്ഠിത സംവിധാനങ്ങളുടെ ഉപയോഗവും ദുരുപയോഗവും ലോകവ്യാപകമായി തന്നെ വൻ ചർച്ചയാണ്. പ്രവാസി ലോകത്തിന്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള മലയാളി പ്രവാസികൾക്കും സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളുമുണ്ട്. അക്കാര്യമാണ് പ്രവാസ ലോകത്തെ പുതുതലമുറ ഇൻ്റർനെറ്റ് ഉപയോഗം ഏത് വിധത്തിലാണ് അവരുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഇന്ന് ഗൾഫ് സമ്മിറ്റ് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ശ്രീതി നായർ. അവർ അബുദാബി യൂണിവേഴ്സിറ്റി കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഡീനാണ്. ശ്രീ ഇല്യാസ് കൂലിയങ്കൽ, അദ്ദേഹം ഗ്ലോബൽ ഹെഡ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റീസ് ADS സെക്യൂരിറ്റീസിൻ്റെ ഡയറക്ടറാണ്. ശ്രീ ഹനാൻ മുഹമ്മദ് മുനീർ, അവർ BTech വിദ്യാർത്ഥിനിയാണ്. ഈ മേഖലയിലുള്ള പുതുതലമുറ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് അവർ സംസാരിക്കും. KTO അബ്ദുറഹ്മാൻ, അദ്ദേഹം ശക്തി തിയേറ്റേഴ്സിൻ്റെ പ്രതിനിധിയാണ്. ഡോക്ടർ ശ്രീതി നായർ, എല്ലായിടത്തുമായിട്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും വായിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഈ മലയാളി പ്രവാസി ലോകത്ത് ഇൻ്റർനെറ്റ് ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? എന്താണ് നമ്മൾ നേരിടുന്ന സവിശേഷമായ പ്രശ്നങ്ങൾ അവയുണ്ടെങ്കിൽ? ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ കൂടുതലും ഇൻ്റർനെറ്റിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് ടീച്ചിങ്ങിലും ലേണിങ്ങിലും എംഫസൈസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത് വെച്ചാൽ ലാക്ക് ഓഫ് നോളജ്. ആൾക്കാർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. എത്ര ലൈക്സ് കിട്ടുക സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ പോയിട്ട് ഞാനൊരു കമൻറ്റ് ഇടുക, അതാണ് അവർ നോക്കുന്നത്. പക്ഷേ അത് എന്ത് തരം കമൻറ്റാണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്, ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റ് റിലയബിൾ ആണോ, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് അവർ നോക്കാറില്ല. യൂത്തിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ 3G ഡേറ്റ, ഇവിടെ 4G ഡേറ്റ, എല്ലാം കയ്യിലുണ്ട്. പേരൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, നമ്പർ ഓഫ് കിഡ്സ് കുറവാണല്ലോ, അവരെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുക എന്നുള്ളത്. ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഗിവ് ദ റിസോഴ്സ്. ആ റിസോഴ്സിനെ പിന്നെ അവർ മോണിറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച്, ഞാൻ എഡ്യൂക്കേഷനിൽ ഇവിടെ 9 വർഷമായി ഇവിടെ തന്നെ ഈ നാട്ടിൽ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ എല്ലാം അമേരിക്കൻ സ്റ്റൈലിലാണ് വേണ്ടിയത്, അവർക്ക് എല്ലാം വെസ്റ്റേൺ സ്റ്റൈലിലാണ് വേണ്ടിയത്. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിൽ നമ്മളും ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളുടെ ഒരു 14 to 16 ഇയേഴ്സിൻ്റെ കുട്ടികളുടെ ഇടയ്ക്ക് പ്രോക്സി ബ്രേക്ക് ചെയ്യാനും ഹാക്ക് ചെയ്യാനും അവരെ പോലെ മിടുക്കർ വേറെ ആരുമില്ല. ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല, ഇന്ത്യൻസ് ആണ് IT-യിൽ ഏറ്റവും സ്പെഷ്യലൈസ്ഡ്. അപ്പോൾ നമ്മളെ കുട്ടികൾ പാവം, അവർക്കൊന്നും അറിയത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതും, നമുക്ക് ടൈമില്ല അവരെ ഒബ്സർവ് ചെയ്യാനില്ല എന്നുള്ള ഒരു 2 വലിയ കാര്യവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ആലോചിക്കേണ്ടതാണ്. ഉപയോഗത്തെക്കാൾ ദുരുപയോഗം നടക്കുന്നുണ്ടോ ഈ മേഖലയിൽ? പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രവാസി ലോകത്ത് അത് മാത്രമാണ് നമ്മുടെ ചർച്ചാ വിഷയം. എന്തുകൊണ്ട്? നാട്ടിലുള്ളതിനേക്കാൾ സൗകര്യങ്ങൾ കൂടുതലുണ്ട്, പുതിയ ഡിവൈസസ് ഉണ്ട്, അതിൻ്റെ സ്പീഡ് വളരെയേറെയാണ്. അതുകൊണ്ട് ഉപയോഗത്തെക്കാൾ ദുരുപയോഗം നമ്മുടെ പ്രവാസ ലോകത്തെ ചെറുപ്പക്കാർക്കിടയിൽ, യൂത്തിനിടയിലുണ്ട്. അത് ബ്ലൈൻഡായിട്ട് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇപ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, നമ്മൾ മുമ്പ് ടെലിവിഷൻ വന്ന പോലെ, ടെലിവിഷൻ എന്ന ടെക്നോളജി ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഉള്ള കൺസേൺസ്, ഇത് എങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്താൻ സാധിക്കും, അതുകൊണ്ട് നമ്മൾ TV വാങ്ങരുത് അല്ലെങ്കിൽ കാണരുത് എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് നമ്മൾ പിന്നീട് മാറി. കാരണം ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ. മുതിർന്ന ജനറേഷനുള്ള ആളുകൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല. പക്ഷേ പുതിയ തലമുറയിലെ ആളുകൾക്ക് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ വരെ അറിയാം. അതായത് അവരതിനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിസ്യൂസ് എന്നല്ല, അവരറിയില്ലാത്ത ഈ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ തടയാനോ തിരിച്ചറിയാനോ മുതിർന്ന ജനറേഷന് കഴിയില്ല. അപ്പോൾ എന്ത് മുൻകരുതലുകളാണ് നമ്മുടെ പുതിയ തലമുറയും പഴയ തലമുറയും ഈ കാര്യത്തിൽ കൈക്കൊള്ളേണ്ടത്? ഞാൻ ഇപ്പോൾ 20 വർഷമായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എത്തസലാത്തിൽ 96-ൽ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 10,000 ആയിരുന്നു ഇൻ്റർനെറ്റ് യൂസേഴ്സ് UAE-ൽ. തുടക്കകാലം തൊട്ട് ഞാൻ ഇൻ്റർനെറ്റിൽ അലിഞ്ഞു ചേർന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള പിന്നെ അവയർനെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം കുട്ടികളുടെ എങ്ങനെയാണ് അതിനെ നല്ല വശത്തേക്ക്, അതിൻ്റെ നല്ല വശം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ആ ചാനലൈസ് ചെയ്തിട്ട് പോയാൽ അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ ഫോക്കസ് അതിൻ്റെ നല്ല ഭാഗത്തേക്ക് മാറ്റാം. ഹനാൻ, ഏത് ടൂളിനും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാവുന്ന സാധ്യതകളുണ്ട്. ഇതിനെ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വീണു പോകാതെ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ടുള്ള ഈ സാധനങ്ങൾ ഉപയോഗിക്കുക?
ഇപ്പം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ന്യൂ ജനറേഷൻ എന്ന വേൾഡ് തന്നെ മൊത്തത്തിൽ ഇന്റർനെറ്റിലായിട്ട് കണക്റ്റഡ് ആണ്. പുറത്തേക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എല്ലാം നമ്മുടെ എല്ലാ ആസ്പെക്ട് ഓഫ് ലൈഫിൽ എഡ്യൂക്കേഷണലായാലും ശരി കൾച്ചറലും ശരി ഓൾ റിലേറ്റഡ് ടു അതാണ്. അപ്പം ഇതൊരു എഡ്യൂക്കേഷൻ്റെ തരത്തിൽ തന്നെ ഇപ്പം തന്നെ പറഞ്ഞത് തന്നെ നമുക്ക് പ്രോജക്റ്റ് വരുമ്പോഴും അസൈൻമെൻറ്റ് വരുമ്പോഴും ഒക്കെ ഒരു ഇൻഫോർമേഷൻ ഇത്രയും ടൈം ലാപ്സിൻ്റെ ഉള്ളിൽ നമുക്കത് കിട്ടണം എന്നുള്ള ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഇൻ്റർനെറ്റിനെ യൂസ് ചെയ്യണം. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എൻ്റെ ഫുൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇതാണ്, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു ദാറ്റ് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് എന്താണ് അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം, കുട്ടികൾ ഓൺലൈൻ യൂസ് ചെയ്യണം, വേണം, അതില്ലാതെ പറ്റത്തില്ല. കാര്യം ഇനി നമുക്ക് ഇലിയാസ് പറഞ്ഞ പോലെ വി കനോട്ട് ഗോ ബാക്ക്. നമ്മൾ ഓൺലൈനിൽ പോകണം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണം, സോഷ്യൽ മീഡിയ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഹനൻ പറഞ്ഞ പോലെ എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ഇത് ഇത്രയും ഞാൻ ഓൺലൈനിൽ ചെന്നിട്ട് ഞാൻ കോപ്പി ചെയ്തു, പെട്ടെന്ന് ഇത് എടുത്തു. പറ്റുന്ന ഒരു ഡ്രോബാക്ക് എവിടെയെന്ന് വെച്ചാൽ ദിസ് മീഡിയ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ വാസ്റ്റ് വേൾഡ് ആണ്. ഞാൻ അതിനെ വിളിക്കുന്ന ബ്ലാക്ക് ഹോൾ എന്ന്. ആ ബ്ലാക്ക് ഹോൾ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പൊ ഈ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഏത് റിസോഴ്സിലാണ് നമ്മൾ പോകുന്നത്, ആരാണ് ഈ റിസോഴ്സ് പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെ പോകുമ്പോൾ ഇത്തരം ബ്ലാക്ക് ഹോൾസിൽ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെ അങ്ങനെ പെട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ പത്രങ്ങളിലൊക്കെ വാർത്തയാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ എന്താണ് നമ്മൾ ചെയ്യുക? അല്ലെങ്കിൽ അത്തരം നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷനകത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കൂടി ടാപ്പ് ചെയ്തിടുന്ന ഒരു സ്ഥലമാണ്. അത്തരം പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാറുണ്ടോ, ആലോചനകൾ നടത്താറുണ്ടോ? അത് നമ്മളൊരു ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു രീതിയിൽ വെച്ച് ചിന്തിക്കണം. ആസ് എ സ്റ്റുഡന്റ് എനിക്ക് അറിയേണ്ട കാര്യം ഹനൻ, ഞാൻ ആർഗ്യൂ ചെയ്യുന്നതല്ല. ആസ് എ സ്റ്റുഡന്റ്, പേരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ആരാണ് ഹനനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിട്ടുള്ളത്, സെയിങ് ദാറ്റ് ഇതാണ് റൈറ്റ് റിസോഴ്സ്, ഇങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഇന്നത് വേണം റെഫർ ചെയ്യാനായിട്ട്, ഈ ആളാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ സിസ്റ്റം എങ്ങനെ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നതിൽ ചെയ്യുക, പെട്ടെന്ന് തിരികെ ചെയ്യുക, അങ്ങനെ. അപ്പം നമ്മളൊരു എന്താണ് ഈസി വേ ഓഫ് ഇത് പെട്ടെന്ന് സൗകര്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം നമ്മൾ പിയർ ഗ്രൂപ്പിനോട് നമ്മൾ ഇതെന്തായാലും അതാണ് അതിന്റെ കാര്യം. കുറ്റപ്പെടുത്തുകയല്ല, അപ്പോൾ നമ്മൾ സ്വയം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതെ, അത് നമുക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് മറ്റുള്ള നമ്മുടെ ഇപ്പോഴത്തെ പറയുന്ന ഒരു മെക്കനൈസ്ഡ് വേൾഡ് ആണ് നമ്മുടേത്. അപ്പൊ എങ്ങനെയാണോ എന്തൊക്കെ ടെക്നോളജി മുന്നോട്ട് പോകുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മളും ചിന്തിച്ച് മുന്നേക്ക് പോകുന്നതിന്റെ ഒരു അവസ്ഥയാണ് നമുക്ക്. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഇതിന് വളരെ സാധാരണക്കാരുടേതായിട്ടുള്ള രോഗം കൂടിയാണല്ലോ ഇത്. അതായത് ഇപ്പോൾ പ്രവാസി ലോകം തന്നെ എടുത്ത് നോക്കുക. കേരളത്തിൽ മുമ്പൊക്കെയുള്ള ആളുകൾ കത്തുകൾ എഴുതുക, ആഴ്ചകളോളം കാത്തിരുന്ന് കത്തുകൾ എഴുതുക എന്നതായിരുന്നു പരസ്പരം ബന്ധപ്പെടാനുള്ള വഴി. ഇപ്പോൾ വാട്സാപ്പ് ഉണ്ട്, കണ്ട് സംസാരിക്കാവുന്ന അവസ്ഥയുണ്ട്. ഈ സാങ്കേതിക വിദ്യ അതിനകത്തേക്ക് എടുത്ത് ചാടുമ്പോൾ ഡോക്ടർ ശ്രീതി നായർ പറഞ്ഞതുപോലെ അതിനകത്തേക്ക് എടുത്ത് ചാടുമ്പോൾ ഇരുണ്ട ഗർത്തങ്ങളിൽ ചെന്ന് വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതിനെങ്ങനെ തടയാനാകും? ഞാനൊരു അധ്യാപകനായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചുള്ള എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കുക. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞ ഒരു നല്ല ടീച്ചറാണെങ്കിൽ ആ ടീച്ചറെ നല്ല സ്റ്റുഡൻറ്റുകളെ വാർത്തെടുക്കാൻ കൂടി കഴിയുമെന്നുള്ള ഒരു പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ അടുത്ത കാലത്ത് വന്നിരുന്നു. ഞാൻ പറയാറുള്ളത് പൃഥ്വിരാജിന് മാത്രമല്ല എല്ലാ ആളുകൾക്കും, എല്ലാ ടീച്ചേഴ്സിനും പൃഥ്വിരാജ് ആകാം എന്നുള്ളതാണ്. കാരണം ആ രൂപത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അറിവ് കൊടുക്കുക എന്നുള്ളത്. പലയിടങ്ങളിലും ഇവരൊക്കെ പറയുന്ന പോലെ ടീച്ചർ, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ സ്ഥാനത്ത് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതുള്ള ഡിവൈസ് പ്രത്യക്ഷമാകുന്ന ഒന്നാണ്. പക്ഷേ ടീച്ചേഴ്സ് അവർക്ക് പഠിക്കേണ്ടുന്ന ഭാവിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് അത് മാത്രമല്ല, എന്തും ഉപയോഗിക്കാം, ചെന്ന് പെടുന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അതിനെ വലിയ ആശങ്കയുണ്ടാക്കുന്ന സംഗതിയല്ലേ അത് പ്രവാസി മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും. എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് നാട്ടിലാണ് പഠിക്കുന്നത്, അവർ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാനിതുവരെയും മിക്കവാറും സംസാരിച്ചുകൊണ്ടിരുന്നത് സ്കൈപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ കുട്ടികളെ കണ്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്, നമ്മൾ ഹോംലിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, എൻ്റെ മകൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ഇൻ്റർനെറ്റ് സംവിധാനം ഡിസ്കണക്ട് ചെയ്യണം വീട്ടിൽ. കാരണം ഇപ്പോൾ മുമ്പെല്ലാം നമ്മൾ ഇൻഫർമേഷൻ, നമ്മൾക്ക് ചോദിക്കുന്ന ഇൻഫർമേഷൻ, ഇപ്പോൾ നമ്മളെ ഇൻഫർമേഷനിലേക്ക് ഇങ്ങനെ മാടി വിളിക്കുകയാണ്. ഓരോ ടിക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ മാടി വിളിക്കുന്ന ആളുകൾ.
എനിക്ക് ഇൻ്റർനെറ്റ് വളരെ യൂസ്ഫുൾ ആണ്. ഞാനിപ്പോൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവർ ടൈം ലിമിറ്റ് വളരെ കുറച്ച് തരുത്ത്. അപ്പം പെട്ടെന്ന് ഇൻ്റർനെറ്റിൽ എവിടെയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നു അത് ഞാൻ നോക്കും. അതിൻ്റെ അകത്ത് ഇപ്പോൾ ആരത് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് സത്യമാണോ എന്ന് നോക്കാനുള്ള ടൈമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഇങ്ങനെ ഉണ്ട്, അവർക്ക് ഇപ്പോൾ നമുക്ക് കോപ്പീസ് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, എന്നിട്ട് അത് നമ്മുടെ സെൻറ്റൻസ് ആക്കി മാറ്റിയിട്ട് ഇതാക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ കോപ്പി പേസ്റ്റ് ആയിരുന്നു. പ്ലസ് നമ്മൾ വായിച്ചിട്ട് അതിനകത്ത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് എടുത്തിട്ട് എഴുതേണ്ടി ഇത്. ഇപ്പോൾ ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് ആദ്യം വായിച്ചു നോക്കും. നമുക്ക് ശരിയായിട്ട് തോന്നുന്നത് അത് എടുത്തിട്ട് എഴുതും. കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും അറിയണ്ടാവില്ലല്ലോ ആ ഇൻഫർമേഷൻ. ഇതിനെ ടീച്ചേഴ്സിനോടോ രക്ഷിതാക്കളോടോ ചോദിച്ചൊന്ന് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് ഫ്രണ്ട്സിനോടൊപ്പം ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ പാരൻസിനോട് ചോദിക്കും. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പം ഞാൻ ഒരു യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഞങ്ങളെ കോളേജിൽ സമരമായിരുന്നു. അതുകൊണ്ട് നാട്ടിലല്ലേ? അല്ല, നാട്ടിലായിരുന്നു ഞാൻ പഠിച്ച കോളേജ് പഠിച്ചത് നാട്ടിലായിരുന്നു, അല്ലാതെ ഇവിടെ ആയിരുന്നു പഠിച്ചത്. ഇവിടെ പഠിക്കുമ്പോൾ ഒരു സൗകര്യമുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട് ഗൈഡ് ചെയ്യാൻ. ഇവിടുത്തെ ടീച്ചേഴ്സിന് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർ പറയുമ്പോഴും നമുക്ക് നല്ല ക്ലിയർ ആയി മനസ്സിലാവും. പക്ഷെ നാട്ടിലത്തെ അവസ്ഥ അതല്ല. മറ്റേ നാട്ടിൽ പറഞ്ഞു നാട്ടിലത്തെ കുട്ടികൾക്ക് അത്രയും ഇൻ്റർനെറ്റ് സൗകര്യമല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് നാട്ടിൽ തന്നെയാണ്. കാരണം ഓരോ കോളേജസിലും ഇപ്പം സമരം കാരണം കുട്ടികൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം പാസ്സാവണമെങ്കിൽ നെറ്റ് നോക്കണം. പിന്നെ അത് ട്രൂ സോഴ്സ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു സോഴ്സും ഇല്ല. ഞങ്ങൾ സിലബസ് നോക്കും, ആദ്യത്തെ വാക്കുണ്ടോ അതുണ്ട്, അതെടുത്ത് വായിച്ച് പഠിക്കും. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നാട്ടിലത്തെ ഇവിടുത്തെ ഇപ്പം ശ്രീനി മാം പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഗൈഡ് ചെയ്യാണ്ടോ ഇല്ല. ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബെനിഫിറ്റ് ആണോ? തീർച്ചയായും ബെനിഫിറ്റ് ആണ്. പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ്. പക്ഷെ വാട്സപ്പൊക്കെ ഞങ്ങൾക്ക് ഉപകരിക്കണേ അവൾ പറഞ്ഞ പോലെ അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ്. ഞങ്ങളെ ഗ്രൂപ്പ് ഡിസ്കഷൻ അതിലാണ് നടക്കുക. കാരണം ഓരോരുത്തരെ വിളിച്ച് ഇതാക്കാൻ അവിടെ പഠിക്കുന്നവരായാലും ഇപ്പോൾ ഈ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണല്ലോ പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഉണ്ടാവില്ല മിസ്യൂസ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ അതിനകത്ത് ചെന്ന് പെട്ടുപോകുന്ന ആൾ, ബ്ലാക്ക് ഹോൾസ് എന്നാണ് അവർ ഉപയോഗിച്ചത്. ബ്ലാക്ക് ഹോൾസും എൻ്റെ അഭിപ്രായത്തിൽ പലതും തിരിച്ചറിയാം, തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ ചിലതൊക്കെ നമുക്ക് കൈവിട്ട് പോണതുകൊണ്ട് ഈ പലതും നമ്മൾ പണ്ടത്തെ സന്തോഷ് പണ്ഡിറ്റില്ലേ, സന്തോഷ് പണ്ഡിറ്റിൻ്റെ മൂവി ഹിറ്റായത് അയാൾ എന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാണ് ഞാൻ യുവതലമുറക്ക് വേണ്ടത് എന്താണ് അത് കൊടുത്തു എന്നാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തു എന്നാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതല്ല. ഇപ്പം ഞാൻ സാറിനോട് പറയാം, സാർ ഒരു വീഡിയോ ഉണ്ട്, നല്ല അടിപൊളി വീഡിയോ ഒന്ന് കണ്ടോക്ക് എന്ന് പറഞ്ഞാൽ സാർ എന്തായാലും പോയി കാണും. ആ ഒരു പബ്ലിസിറ്റി. പക്ഷെ അതിനുശേഷം സന്തോഷ് പണ്ഡിറ്റിന്റെ വേറെ വീഡിയോസ് എടുത്ത് നോക്കുക, ഒറ്റൊന്നും ഹിറ്റ് ആയിട്ടില്ല. കാരണം അത് യുവതലമുറ അംഗീകരിക്കുന്നില്ല. അപ്പം യുവതലമുറ മൊത്തത്തിൽ അംഗീകരിക്കാതെ അവരെ എല്ലാവരും വഴിതെറ്റി പോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അത് ശരിയല്ലാതെ കണ്ടാൽ നമ്മൾ അതിനകത്ത് പിന്നീട് ആ വഴിക്ക് പോകും. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പണ്ടാണെങ്കിൽ ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് നമുക്കത് അനുഭവപ്പെടും. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഇല്ല. ഒരു നിമിഷം അവർ എലോൺ അല്ല. തന്നെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവർ അപ്പം തന്നെ ഒരു സ്മാർട്ട് ഫോൺ കണ്ടെങ്കിൽ അത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പരമുള്ള കോൺവെർസേഷൻ കുറവുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐ കോണ്ടാക്ട്, ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അവർ പറഞ്ഞത്. ആളുകൾക്ക് എപ്പോഴും ഈ ബീപ് ബീപ് ശബ്ദം വന്നുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ ഒറ്റക്കല്ല ഒരു സമയവും ഇൻഫർമേഷൻ മുക്തരല്ല. ആളുകൾക്ക് ഏകാന്തതയില്ല, പാട്ട് കേൾക്കാൻ നേരമില്ല, പരസ്പരം സംസാരിക്കുന്നില്ല. ഇതിനൊരു റിവേഴ്സ് എഫക്റ്റ് ഉണ്ട്. ഒരു മറുവശം പറയാം. ആസ് എ പേരൻറ്റ്, അച്ഛനും അമ്മയും എന്തുമാത്രം കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അതൊരു വലിയ ഫാക്ടറാണ്. ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഒഫീഷ്യൽ ഒരു മീറ്റിങ്ങിന് പോയി. ഞാൻ ആ മീറ്റിങ്ങിന് പോയി റെസ്റ്റോറൻറ്റിൽ മറ്റൊരു കൊലീഗുമായിട്ട് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. നമ്മളുടെ ഒഫീഷ്യൽ ടോപ്പിക്സ് സംസാരിക്കണം. പുള്ളിക്കാരത്തേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. 1 ആയി 2 ആയി 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, സി വി ആർ ഹിയർ ഫോർ എ മീറ്റിംഗ്. നമ്മളൊരു മീറ്റിങ്ങിനാണ് വന്നിരിക്കുന്നത്. ഇയാൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ പറഞ്ഞു, ദിസ് ഇസ് ഡിസ്റെസ്പെക്ട്ഫുൾ. എൻ്റെ അടുത്ത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് സമയം. ഞാൻ ആ മീറ്റിംഗ് വിട്ട് എണീറ്റ് പോയി. എൻ്റെ ക്ലാസ് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഞാനൊരു നോംസ് വെച്ചിട്ടുണ്ട്. തേഴ്സ്ഡേ മുതൽ സാറ്റർഡേ വരെ മൊബൈൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം. ആസ് എ പേരൻറ്റ് നമ്മൾ എന്തുമാത്രം ടൈം മൊബൈലിൽ വാട്സപ്പിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. എന്നിട്ട് നമ്മൾ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു. കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി തിരിച്ചു പോയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഐ ഹാവ് ടു ഫൈൻഡ് എ വേ ഔട്ട്. നമുക്കൊരു വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ? അതിന് വേണ്ടിയാണ് കുട്ടി ഇത് ചെയ്യുന്നത്. ഇല്യാസ്, അത് അതായത് നമ്മൾ ഈ പുതിയ ആളുകളെ കുറ്റപ്പെടുന്ന ഒരു പ്രവണത പുറത്തൊക്കെ കാര്യമായിട്ട് തന്നെയുണ്ട്. അവരാണെങ്കിൽ അവർ 1-2 ആളുകളേ ഉള്ളൂ. പേരൻസ് അവരോട് സംസാരിക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അവർ പരസ്പരം വലിയ സൗഹൃദം ഉണ്ടാക്കുന്നുണ്ട്.
കുട്ടികൾ പഠിക്കുന്നത് അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് ചെയ്ത് മറ്റുമാണ്. അവരവരുടെ സൗഹൃദത്തെ ഇതിനകത്തുണ്ടാക്കുന്നു എന്നല്ലേ കാണേണ്ടത്, അല്ലേ? പല വിട്ടുപോയ സൗഹൃദങ്ങളും പിന്നെ തിരിച്ചു വന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിന് ഒരിക്കലും നെഗറ്റീവ് പറയാൻ പറ്റില്ല. അതേപോലെ കുട്ടികളെയും നമുക്ക് കുറ്റപ്പെടുത്താൻ വളരെ പിന്നെ എന്താ പറയുക, ഏറ്റവും അവസാനമായി നമുക്ക് കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റും. അത് അവരായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവർ ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതൽ നമ്മുടെ വ്യക്തിഗത മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആണ്. ഈ സോഷ്യൽ മീഡിയ വളരെ വളരെ, അതായത് ഈ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ ഈ പച്ചകത്തി കിടക്കുകയാണ്. എല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് മാത്രമല്ല 18 വയസ്സ് എന്നൊരു ഒരു ഒരു പരിധിയുണ്ട് ഫേസ്ബുക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഫേസ്ബുക്കിലുണ്ട്. ഈ ഫേസ്ബുക്കിൻ്റെ ഉപയോഗം നേരിട്ടുള്ള കാര്യമല്ല, ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടോ, ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഉപയോഗം ശരിക്കും ആളുകളെ ഈ ലോകത്ത് നിന്ന് അകറ്റിക്കളയുന്നില്ലേ, പോസിറ്റീവ് അല്ലാത്ത ആളുകളാക്കി മാറ്റുന്നില്ലേ? രണ്ടും ഉണ്ട്. പോസിറ്റീവ് ആയ രീതിയിലും ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. ഇതിപ്പോൾ നേരത്തെ സർ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഒരു നമുക്ക് ആ ബന്ധുക്കൾ നേരത്തെ നമുക്ക് ഇപ്പം പറയും, ഇപ്പോൾ പ്രവാസികളായിട്ട് ഇരിക്കുമ്പം നാട്ടിലേക്ക് പോകുന്നത് ഒരു മാസത്തെ ഒരു ടൈം ഉണ്ടാവുള്ളൂ നമുക്കൊരു വെക്കേഷൻ ഒരു ഇതാക്കാൻ. അതിൽ എത്ര ബന്ധുക്കളെ പോയി നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവരെ നമുക്ക് അറിയാൻ പറ്റും, അതില്ല. പക്ഷെ അതിനപ്പുറം ഇങ്ങനത്തെ ഈ വാട്സപ്പ് ഫേസ്ബുക്ക് എന്നൊക്കെ അത് എൻ്റെ റിലേറ്റീവാണ്, ഞാൻ അയാളെ അറിയാം, ഞാനിവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള അറിയിക്കുന്നുള്ള ഒരു നല്ലൊരു ഗ്രൂപ്പുകൾ ഇതാക്കാൻ പറ്റും. പക്ഷേ അതേസമയം അതിനോടുള്ള ഒരു ചെറിയ നമുക്കറിയാത്ത ഒരാള് മീൻസ് ഇപ്പം എന്താ പറയാം, ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറയും അവൻ എൻ്റെ ഫ്രണ്ടാണ്, എന്നാലത് എന്നാൽ പിന്നെ അവനും നല്ല കൂട്ടാനാണ് ആളാണ് എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ മൊത്തം വിദ്യാഭ്യാസം തന്നെ ഇന്റർനെറ്റിൽ അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ഓഫ് ഇന്റർനെറ്റ് ആണെന്നുള്ള സംശയം വരുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടാൻ വരെ എൻ്റെ അധ്യാപകർ സമ്മതിച്ചിരുന്നില്ല. നമ്മുടെ ബുദ്ധി അത്ര കണ്ട് വികസിക്കണമെന്നുള്ള. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ പറയുന്നു അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് അറിയാൻ പോലുള്ള സമയം അവരുടെ അടുത്തില്ല. അപ്പോൾ അവരുടെ അടുത്ത് പ്രൊജക്റ്റ് കൊടുക്കുന്ന ആ രീതിയിലായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരുടെ ബുദ്ധി വികാസത്തിന് ഇത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ? ഏറ്റവും എളുപ്പം കിട്ടാവുന്ന ഡിവൈസസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇപ്പുറത്തെ വിദ്യാഭ്യാസം ഇതിൽ തന്നെ അധിഷ്ഠിതമാണോ, അത് ഗുണമാണോ ദോഷമാണോ? നോളജ് എന്ന് പറയുന്ന കാര്യം ഗെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാറുണ്ട്. പ്രോബ്ലം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. റിസോഴ്സ് കയ്യിലാണ് ഉള്ളത്, ഇൻഫർമേഷൻ നമുക്ക് കയ്യിലുണ്ട്, അതിനെ നമ്മൾ വൈസായിട്ട് യൂസ് ചെയ്യുക. നമുക്കതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല. ഈ ബുദ്ധി വികാസത്തെ, അതായത് ഇപ്പോൾ രണ്ടും എത്രയാണ് എന്ന് ചോദിച്ചാൽ ഉടനെ മൊബൈലിൽ കാൽക്കുലേറ്റർ എടുക്കാൻ തോന്നുന്നുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ ഞങ്ങളടക്കമുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ മുമ്പാണെങ്കിൽ 2000 വലിയ കണക്കുകൾ ചോദിച്ചാലും മനക്കണക്കാണ് ആളുകൾക്ക്. അത് നമ്മുടെ ഉള്ളിലെ ഡിവൈസിനെ ഇല്ലാതാക്കാൻ വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ബേസിക് ആയിട്ട് ഇത് പഠിച്ചിരിക്കണം. നമ്മൾ കറക്റ്റായിട്ട് യൂസ് ഓഫ് മെന്റൽ മാത്തമാറ്റിക്സ് ഇതെല്ലാം നമുക്ക് വേണം. റിസർച്ചും പ്രൂവ് ചെയ്യുന്നുണ്ട് അത് വളരെയധികം ആവശ്യമാണെന്ന്. പക്ഷേ ഇന്ന ഒരു ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സംഭവത്തിൽ നമ്മളൊരു 12th കഴിഞ്ഞ് ഇറങ്ങി വന്ന് പ്രൊഫഷണൽ കോഴ്സസ് കഴിഞ്ഞിട്ട് പ്രൊഫഷണലായിട്ട് ജോബിൽ ചെന്നിറങ്ങുമ്പം ആ ജോബിൽ നമ്മൾ ആ കുട്ടി സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നില്ല. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിലൊരു വലിയ ഡ്രോബാക്ക് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. നമ്മൾ ബുദ്ധി വികാസത്തിൽ നോക്കുന്നുണ്ട്, പക്ഷേ ഈ ബുദ്ധിയെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ല നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് സൊസൈറ്റിയിൽ യൂസ്ഫുൾ ആക്കാമെന്ന് നോക്കണം. അതിനു വേണ്ടി നമ്മൾ കാൽക്കുലേറ്ററിനെയും പാരലലി യൂസ് ചെയ്യാൻ പഠിപ്പിക്കണം. എവിടെ വേണം അവിടെ. അതോടൊപ്പം ശരി, ഈ ഗൂഗിളിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ കൈയക്ഷരങ്ങളൊക്കെ ഒരു കാലത്ത് ഈ ഇരട്ടവര കോപ്പിയിൽ എഴുതിയിട്ടാണ് മലയാളം ഇംഗ്ലീഷൊക്കെ പഠിച്ചത്. ഇപ്പോൾ ആളുകൾ എനിക്കെൻ്റെ കൈയക്ഷരം രണ്ടാമത് കണ്ടാൽ വായിക്കാൻ പറ്റില്ല, കാരണം എഴുതുന്നില്ല, ടൈപ്പ് ചെയ്യുകയാണ്. എഴുതുകയാണെങ്കിൽ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ ഈ സത്യത്തിൽ മനുഷ്യനെ കുറഞ്ഞ ആളുകളാക്കി മാറ്റുന്നില്ലേ, ശേഷിയില്ലാത്ത ആളുകൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ വാല്യൂ എന്തുമാത്രമാണ്? കാലിഗ്രാഫിക്ക് എന്തുമാത്രം വാല്യൂ ഉണ്ട്? അത് വേണ്ടെന്ന് പറയുന്നില്ല, നമ്മളത് കുട്ടിയെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും. പക്ഷെ അതുകൊണ്ട് എന്താണ് ഉപയോഗം? ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ബുദ്ധി വികാസത്തിനൊപ്പം നമ്മൾ സർവൈവൽ സ്കില്ല് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാലത്ത് ഇരട്ടവര കോപ്പിയിൽ എഴുതേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഗുണവുമില്ല. ഈ പ്രവാസികളായ ആളുകളുടെ കുടുംബം മിക്കവാറും നാട്ടിലാണ്. അപ്പോൾ കുട്ടികൾ നല്ല നിലക്ക് വളരണം, കുടുംബം നല്ല നിലക്ക് വരണം നിലക്ക് സംഖ്യ നാട്ടിൽ അയച്ചു കൊടുത്ത് ആധുനിക മൊബൈലും ആധുനിക ഇൻ്റർനെറ്റും സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു.
അപ്പോൾ അത് ഏത് രൂപത്തിൽ അവരെ മോണിറ്റർ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ വല്ല മാർഗങ്ങളുണ്ടോ എന്ന് വിശേഷിച്ചാണ്. ശ്രീതി നായർ, ഞാൻ അവസാനം താങ്കളിലേക്കാണ് വരിക. അതിനു മുമ്പ് ശ്രീ അബ്ദുറഹ്മാൻ, ഇതെല്ലാ ആയുധങ്ങളും പോലെയാണ്. ഒരു കത്തി ഉപയോഗിച്ച് ഒരാളെ കുത്തുകയും ചെയ്യാം, പച്ചക്കറി അരിയുകയും ചെയ്യാം എന്നതുപോലെയാണ്. അതുകൊണ്ട് ഏത് വിധത്തിലാണ് ഈ സംഗതികൾ അവിടെ ഉണ്ട്, എന്തായാലും ഉണ്ട്. അത് അപകടം പിടിച്ചൊരു സ്ഥലമാണ് ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യത്തിലാണ്, ഏത് വിധത്തിലാണ് സാമൂഹ്യമായിട്ട് തന്നെ ഈ സൊസൈറ്റിക്ക് അകത്ത് ഇടപെട്ടുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക? നമ്മളെന്തായാലും പറഞ്ഞു തരുന്നത് ഇത് സമൂഹത്തിന് എത്രമാത്രം നന്മ ആക്കുന്ന രൂപത്തിൽ ഇതിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ ശ്രീതി പറഞ്ഞ അതിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം സമയം, നമ്മുടെ കുട്ടികളുമായി എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നതിനെ അപേക്ഷിച്ചിരിക്കും ഇതെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ. ചെറിയ ചെറിയ കുടുംബങ്ങളാണല്ലോ സമൂഹമായിട്ട് വരുന്നത്. ഇത് സമൂഹത്തിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഈ കുട്ടികളെ, പ്രവാസ ലോകത്തുള്ള രക്ഷിതാക്കൾക്ക് കുട്ടികളെ നേർക്കുനേർ കണ്ട് സംസാരിക്കാം നാട്ടിൽ. അത്തരം പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും കുടുംബം നേർക്കുനേർ ആളുകളെ കാണാൻ പറ്റില്ല. ഹനാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബന്ധുത്വത്തിൽപ്പെട്ട ആളുകളെയെല്ലാം വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഗ്രൂപ്പുകൾക്കകത്ത് കാണാം, അവരോട് സംസാരിക്കാം. അത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. കുടുംബത്തിൽ നിന്നാണല്ലോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മാതാക്കൾക്കും എത്രമാത്രം മനസ്സമാധാനമുണ്ട് ഈ വിഷയത്തിൽ. കാരണം അതിൻ്റെ ഒരുപാട് എഫക്ട്സ് നിങ്ങൾ പറഞ്ഞ്, മീഡിയ, അതിൻ്റെ ടെക്നോളജി, അത് ഹൈഫൈയിൽ നിൽക്കുന്നത് അൽഹംദുലില്ലാഹ് നല്ല തന്നെ കാര്യം. ബട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, പഴയ കാലത്തുള്ള മാതാപിതാക്കൾക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടോ? ഇന്ന് നമ്മൾ ഒരുപാട് ടെൻഷനിലാണ്. അപ്പോൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കുടുംബത്തിലൊരു മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഈ മീഡിയക്ക് എത്രയും അത് എൻ്റെ ഹൈഫൈയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എന്താണ് ഒരു സൊല്യൂഷൻ? ഞാനിപ്പോഴും കത്തെഴുതാറുണ്ട് വീട്ടിലേക്ക്. എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ തിരിച്ച് മറുപടി എഴുതിക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഈ സംവിധാനങ്ങൾ ഉള്ള കാലത്ത് പിന്നീട് കത്തെഴുതുക എന്നൊക്കെ ആവശ്യം അങ്ങനെ ചെയ്യിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എന്തായാലും ഈ പഴയതിനെ മുഴുവൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതല്ല, എങ്കിൽ കൂടി കുട്ടികളുടെ ഒരു സർഗവാസനകൾ പ്രേരിപ്പിക്കാൻ രൂപത്തിൽ നമ്മൾ ചില രചനകൾ, നമ്മുടെ രചനകൾ, എന്നാൽ നമ്മൾ എഴുതുന്ന ചില കാര്യങ്ങൾ കുട്ടികൾ അതുപോലെ മനോഹരമായിട്ട് മറുപടിയാക്കുന്നുണ്ട്. കുടുംബം ഒരു മനസ്സമാധാനമില്ലാത്ത സ്ഥലമായി മാറിയിട്ടുണ്ട്. ചെറിയ കുടുംബമാണ്, മറ്റ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ്, ഏത് രീതിയിലാണ് സംവിധാനങ്ങളെ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, പിന്നെ ഈ അടുത്ത കാലത്ത് എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവള് പിന്നെ വാട്സപ്പിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം അവൾ പറഞ്ഞു. ഞാൻ സ്കൂളിൽ PTA മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട് ടീച്ചേഴ്സിനെല്ലാം കണ്ട് സംസാരിച്ചു. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ തന്നെയാണ് സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം ഉള്ളത്. അവരെന്നോട് പറഞ്ഞത് ഈ കുട്ടിയുടെ പിന്നെ വിഷയത്തിൽ ഇപ്പോൾ എന്തോ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചെറിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാനിതെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവളുടെ പിന്നെ ഈ സബ്ജക്റ്റിനുള്ള കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോയിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് കൂടുതൽ നിയന്ത്രിക്കണം എന്നുള്ള രൂപത്തിൽ നമ്മൾ നിയന്ത്രണം വരുന്നു. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു മകൾ ഏതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ഞാനത് നിരോധിക്കുന്നൊന്നുമില്ല. കാരണം ഇത് നിരോധിച്ചാൽ തുറന്ന് സംസാരിക്കുക, കുടുംബമൊക്കെ നന്നാക്കാനുള്ള കാര്യങ്ങൾ തുറന്ന് അങ്ങോട്ടും സംസാരിക്കാൻ. ഞാൻ പറയേണ്ടത് ഇതിന് എല്ലാ കാലത്തും ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ, ആളുകൾ തമ്മിൽ സംസാരിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇത് പേരൻസ് എപ്പോഴും ഒരുപാട് വറീസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വിശ്വസിക്കുക, നമ്മൾ കുട്ടികളെ വിശ്വസിക്കുക. അതിനൊപ്പം ആ വിശ്വാസം നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ അത് ഫാമിലിക്കകത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ഈ പറയുന്ന പ്രോബ്ലംസ് വലിയ പ്രോബ്ലംസ് ഒന്നും അല്ല. നമ്മൾ പുറമേന്ന് കാണുന്നതും ഇതും സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പുറത്തെ വീട്ടിലൊരു പ്രോബ്ലം റേസ് ചെയ്യുമ്പോൾ ഉടനെ പറയും അതും എൻ്റെ വീട്ടിലും കാണുമായിരിക്കും എന്ന്. നമ്മൾ ആസ് എ പേരൻറ്റ് ചുറ്റും കാണുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ചെവി കൊടുക്കാതെ ആ കൊടുക്കുന്ന കാര്യത്തിൽ റൈറ്റ് റോങ് സെൻസ് ചെയ്യാനുള്ള ഇത് നമുക്ക് കാണണം. അതിനൊപ്പം നമ്മൾ കുട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണം. ആ ചാനൽ ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു സംഭവം നടന്നു. ഇവിടെ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് മിസ്സിംഗ് ആയി. ഏത് സ്കൂളാണ് എന്താണെന്ന് പറയുന്നില്ല. പേരൻറ്റ് ഓടി വന്നിട്ട്, അപ്പം സ്കൂൾ അതോറിറ്റീസ് ഉടനെ പേരൻറ്റിനെ അറിയിച്ചു. പേരൻറ്റ് ഓടി വന്നിട്ട് പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ? ആ പേരൻറ്റ് കൊണ്ടുവന്ന് ഗേറ്റിൽ വിട്ടിട്ട് പോയിട്ട് ഇത്രയും നേരം എന്താ ചെയ്തിരുന്നത്, ഇത്രയും നാൾ എന്താ കുട്ടി 16 വയസ്സിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്നുള്ള ഫുൾ കൺഫ്യൂഷൻ ആ പേരൻറ്റിന്. അപ്പോൾ ഇപ്പോൾ പോലീസ് എന്താ ചെയ്തിരിക്കുന്നത്, പേരൻറ്റിൻ്റെ അഗൻസ്റ്റ് ആ കേസ് എടുത്തിരിക്കുന്നത്. കാര്യം അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകാനേ ടൈമുള്ളൂ. കുട്ടിയുടെ ലോകത്ത് ആളുകൾ ജോലി ചെയ്യണം. പക്ഷെ അപ്പോഴും കംപ്ലീറ്റ്ലി മറ്റുള്ളവരാണ് എന്റെ കുട്ടിയുടെ പുറത്ത് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം സംസാരിക്കുക, ഈ കുട്ടിയുമായിട്ട് ആശയവിനിമയം നടത്തുക, നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക. എന്റെ കുഞ്ഞ് വന്ന് എന്റെ അടുത്ത് സംസാരിക്കും, എന്റെ അടുത്ത് കാര്യങ്ങൾ പറയും. സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതെങ്കിലും ഒരാളോട് എന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം നമ്മൾക്ക് മേലുണ്ടാകണം. അവിടെ ആളുകളോട് സംസാരിക്കുന്നതിൽ കൂടുതൽ നമ്മളോട് സംസാരിക്കണം. അവസാനിപ്പിക്കാം. വളരെ നന്ദി ഡോക്ടർ ശ്രീതി നായർ, ശ്രീ ഹനാൻ മുഹമ്മദ് മുനീർ, ശ്രീ KT അബ്ദുറഹ്മാൻ, ശ്രീ ഇല്യാസ് കൂലിയങ്കൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നേരം കൂടെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്. യഥാർത്ഥത്തിൽ
ഏത് പുതിയ സംവിധാനങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് വന്നാലും അത് ആ സമൂഹത്തിൻ്റെ നല്ല മൂല്യങ്ങളെ എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുക എന്നത് എല്ലാ കാലത്തും ഉയർന്നു വരുന്ന ചർച്ചയാണ്. അതുതന്നെയാണ് സൈബർ മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങൾക്കനുസരിച്ച് ലോകത്തെമ്പാടും തന്നെ ഉള്ളത്. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുക, സംസാരത്തിലൂടെ നേർക്കുനേരെയുള്ള ഇടപെടലുകളിലൂടെ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് എല്ലാ കാലത്തും ഇത്തരം ദോഷകരമായിട്ടുള്ള പ്രവണതകളിൽ നിന്ന് പിന്തിരിയാൻ മനുഷ്യൻ്റെ കൈവശമുള്ള ആയുധം. അത് ഉപയോഗിക്കുക എന്നതാണ് ഈ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായി ഈ പങ്കെടുത്ത ആളുകളെല്ലാം തന്നെ പറയുന്നത്. വളരെ നന്ദി അതിഥികൾക്കൊപ്പം പങ്കെടുത്ത മറ്റുള്ളവർക്കും. ഗൾഫ് സമ്മിറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.